ഹായ്. അപ്പോൾ നമ്മൾ പാരഡൈസിൽ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഇവിടെ ധ്രുവക്കുട്ടിയുടെ യൂണിഫോമൊക്കെ കിട്ടുന്ന ചെമ്മാസ് എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ടത് കേട്ടോ. നമ്മൾ വിചാരിച്ചു എന്തായാലും യൂണിഫോം വാങ്ങുന്ന ഒരു ദിവസം വരണം, അപ്പോൾ നമുക്ക് ഇപ്പോൾ മേടിക്കാമെന്ന് വെച്ചിട്ട് യൂണിഫോം മേടിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഇവിടെ അടുത്ത് ഏതെങ്കിലും സൈക്കിൾ ഷോപ്പ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തപ്പോൾ അവരെ കാണിച്ചു വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാരഡൈസിൻ്റെ അവിടെ തന്നെയായിട്ട് വണ്ടി ഇട്ടത്. എന്നിട്ട് നമ്മൾ സൈക്കിൾ ഷോപ്പിലേക്ക് നടന്നു പോയി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചാൽ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്, മക്കൾക്കും എനിക്കും ഒക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്താണ്, നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞാൽ മാപ്പൊക്കെ നോക്കി നമ്മൾ നടന്ന് നമ്മളിവിടെ എത്തിയിട്ട് ഷോപ്പിലെത്തിയപ്പോഴാണെങ്കിൽ കുറേ വലിയ വലിയ സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണ്, മേലെ പോയാലാണ് കുഞ്ഞു സൈക്കിൾസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ മേലെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു സൈക്കിൾസ് നോക്കിയിട്ട് അപ്പോൾ ധ്രുവക്കുട്ടിക്ക് അവളുടെ സൈസിനൊത്തത് കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും ബാക്കിയുള്ളതൊക്കെ കുറേ കളർഫുള്ളൊക്കെ കാണുമ്പോൾ എല്ലാത്തിലെയും കണ്ടു പോകുന്നുണ്ട് കേട്ടോ. ധ്രുവക്കുട്ടി ആണെങ്കിൽ എല്ലാതും ഓടിച്ച് നോക്കുന്നുണ്ട്. അവൾക്കൊരു സന്തോഷം, പോയി എടുക്കുമ്പോൾ സൈക്കിൾ പോയി എടുക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അവളങ്ങനെ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ദച്ചൂസ് അത് ഓടിച്ച് നോക്കുന്നുണ്ട്. ദച്ചൂസിന് ഇഷ്ടപ്പെട്ടു. ദച്ചൂസിന് അങ്ങനെ സൈക്കിൾ ചവിട്ടാൻ അറിയില്ലായിരുന്നു. ജസ്റ്റ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലായിരുന്നു. പക്ഷേ അവൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ചവിട്ടിയിട്ടോ, ധ്രുവക്കുട്ടി ചെയ്യുന്ന കണ്ടിട്ട് ഒപ്പം ചെയ്തപ്പോൾ ചവിട്ടിയിട്ടോ. ധ്രുവക്കുട്ടിക്ക് ഓൾറെഡി ഒരു റെഡ് സൈക്കിൾ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് എടുക്കാറില്ല, നമ്മളെപ്പോഴും ബാൽക്കണിയിൽ വെക്കായിട്ട് ചെയ്യുക. എപ്പോഴും എടുത്ത് താഴെ കൊണ്ടുപോയി അവളിങ്ങനെ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ പിന്നെ അത് വീണ്ടും കയറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിട്ട് പിന്നെ അവിടെ വെച്ച് അങ്ങനെ ഇരുന്ന് പോയി. പിന്നെ ആ സമയത്ത് അവൾക്ക് അത്രയും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലായിരുന്നു ധ്രുവക്കുട്ടിക്ക് കേട്ടോ. അപ്പോൾ ദച്ചൂസിന് ഏതായാലും ബർത്ത്ഡേക്ക് സൈക്കിൾ വാങ്ങണമെന്നാണല്ലോ ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സൈക്കിൾ വാങ്ങാൻ കേട്ടോ. ഒരു ബ്ലാക്ക് സൈക്കിൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളതിന് ബാസ്ക്കറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഭയങ്കര ക്ഷമയിൽ ദച്ചൂസിനെ കാത്തുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ദച്ചൂസാണെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്നത് എനിക്ക് സൈക്കിൾ മേടിക്കണം, എൻ്റെ ബർത്ത്ഡേക്ക് സൈക്കിൾ മേടിക്കണം, എൻ്റെ ബർത്ത്ഡേക്ക് സൈക്കിൾ മേടിക്കുന്നത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം മേടിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ധ്രുവക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞു സൈക്കിളുകളൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോൾ ധ്രുവക്കുട്ടിക്ക് ഓൾറെഡി സൈക്കിൾ ഉണ്ടല്ലോ, നമുക്ക് ശരിയാക്കാം. പിന്നെ വലുതാണ്, ധ്രുവക്കുട്ടിയുടെ ഉള്ളത് വലുതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കത് ശരിയാക്കാം, എന്നിട്ട് ദച്ചൂസിൻ്റെ രൂപയ്ക്കും കൂടെ ഓടിച്ച് പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിട്ടു. അപ്പോൾ ആന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ആക്കിയിട്ട് ചേട്ടൻ പോയിട്ട് കാർ എടുത്തു വന്നു. കാറ് നമ്മളുടെ അവിടെ പാരഡൈസിൻ്റെ അവിടെ വെച്ചിരിക്കുകയായിരുന്നല്ലോ, അത് പോയി എടുത്ത് കൊടുന്നു. അപ്പോൾ ബാസ്ക്കറ്റും എല്ലാം ഫിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സൈക്കിൾ കിട്ടിയിട്ടോ. സൈക്കിൾ എനിക്ക് കിട്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ അതേ ടൈമിൽ അവിടെ എത്തേണ്ട നിമിഷം അപ്പോഴേക്കും നമ്മൾ ധ്രുവക്കുട്ടിയുടെ സൈക്കിൾ എടുത്ത് പോയിട്ടോ വല്ല സൈക്കിൾ ഷോപ്പ് ഉണ്ടോയെന്ന്. അങ്ങനെ വല്ല സൈക്കിൾ ഷോപ്പ് ഉണ്ടോയെന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ അവിടെ അടുത്തുള്ളൊരു ചേട്ടൻ ഇങ്ങനെ സൈക്കിൾ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് റിപ്പയർ ചെയ്തു. ടയർ മാറ്റണമെന്ന് പറഞ്ഞു. ടയർ മാറ്റി കാരണം കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ടയറൊക്കെ മാറ്റി കഴുകി പുത്തനാക്കി തന്നു കേട്ടോ ചേട്ടൻ.